സുഷീസ് വേൾഡിൻ്റെ ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഏത്തപ്പഴ പുളിശ്ശേരിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. അതിനാവശ്യമായ സാധനങ്ങളെന്ന് പറഞ്ഞാൽ 2 ഏത്തപ്പഴം എടുത്തിട്ടുണ്ട് ഞാൻ, 2 പച്ചമുളക്, 3 പച്ചമുളക്, പിന്നെ കറിവേപ്പില. അതിൻ്റെ കൂട്ടിനായിട്ടുള്ള സാധനങ്ങളെന്ന് പറയുന്നത് തേങ്ങയും, കുറച്ച് നമ്മുടെ ആവശ്യത്തിനുള്ള തേങ്ങയും, മഞ്ഞൾപ്പൊടി, 3 കൊച്ചുള്ളി, കുറച്ച് ജീരകം. ഇതാണ് നമ്മുടെ കൂട്ടിനായിട്ടുള്ള സാധനങ്ങൾ. ഇനി നമുക്ക് ഏത്തപ്പഴം ചെറുതായിട്ട് അരിയാം, എങ്ങനെയാണെന്ന് നോക്കാം. ഇനി നമുക്കതിലേക്ക് പച്ചമുളക് കീറിയിട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ച് ഇതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ഒരുപാട് വെള്ളമൊന്നും വേണ്ട, ഏത്തപ്പഴം നല്ല പഴുത്തതും കൂടിയാണ്, അപ്പോഴൊന്ന് ആവി കയറിയാൽ മതി. ഇത് നമുക്ക് വേവിച്ചെടുക്കാം. അത് വേകുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ അരപ്പ് റെഡിയാക്കി കൊണ്ടുവരാം കേട്ടോ. നമ്മുടെ ഏത്തപ്പഴം അരിഞ്ഞ് വെച്ചത് തിളച്ചിട്ടുണ്ട് കേട്ടോ. അതിനകത്തുള്ള ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് ഒന്ന് തിളക്കട്ടെ. ഏത്തപ്പഴം വെന്ത് നിന്നിട്ടുണ്ട് കേട്ടോ. ഒരുപാട് വേവേണ്ട ആവശ്യമില്ല, പഴുത്ത പഴമല്ലേ, അതുകൊണ്ട് കുഴപ്പമില്ല. നമ്മുടെ ഏത്തപ്പഴം വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആ കൂട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇത് ഈ മിക്സിയുടെ ജാറിൽ തന്നെ കുറച്ച് തൈര് ഉടച്ചെടുക്കാം. നമുക്ക് ആവശ്യമായ തൈര് ഉടച്ചു കൊണ്ടുവരാം. ഈ കൂട്ടിലേക്ക് ഒരു ശകലം കായപ്പൊടി കൂടി ചേർത്ത് കൊടുത്താൽ നല്ല രുചിയായിരിക്കും കേട്ടോ. നമ്മുടെ കാറ്ററിംഗ് സർവീസിലൊക്കെ ഉള്ളവർ അങ്ങനെയാണ് ചെയ്യുന്നത്. കുറച്ച് കായപ്പൊടിയും കൂടി അത് ചേർക്കും. സദ്യയുടെയൊക്കെ എടുക്കുന്നവർ കുറച്ച് കായപ്പൊടിയും കൂടി അത് ചേർത്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ അരപ്പൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തൈര് ചേർത്ത് കൊടുക്കാം. ഈ തൈരടച്ച പാത്രത്തിൽ തന്നെ നമുക്ക് ആവശ്യമായ വെള്ളം കൂടി ചേർത്ത് അതിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കുക. ഒരുപാട് ലൂസാകണ്ട. അപ്പോൾ നമ്മുടെ ഏത്തപ്പഴ പുളിശ്ശേരിയൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല കുറുകിയിരിക്കുന്നതാണ്. ചിലരിതിൽ കുറച്ച് പഞ്ചസാര ചേർക്കും, അല്ലെങ്കിൽ ശർക്കര ചേർക്കും. ഞാനിപ്പോൾ ശർക്കരയാണ് ചേർക്കുന്നത് കേട്ടോ. നമ്മുടെ ഏത്തപ്പഴം പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി അതിലേക്ക് കുറച്ച് കടുക് താളിച്ചിടാം. മറ്റുള്ള പുളിശ്ശേരികളൊക്കെ വയ്ക്കുന്നത് പോലെ തന്നെ നമ്മുടെ തൈര് ഒഴിച്ചു കഴിഞ്ഞാൽ ഇത് തിളയ്ക്കേണ്ട ആവശ്യമില്ല. നമ്മൾ അരപ്പ് ആദ്യമായിട്ടൊന്ന് തിള വരുമ്പോഴത്തേനാണ് തൈര് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്കതിലേക്ക് കടുക് വറുക്കാം. ഉള്ളിയും കൂടി മൂപ്പിക്കുന്നവർക്കാണെങ്കിൽ അങ്ങനെ മൂപ്പിക്കാം. ഞാൻ പുളിശ്ശേരിക്ക് കടുക് വറുക്കുമ്പോൾ ഉള്ളി മൂപ്പിക്കാറില്ല. ഉള്ളിയും കൂടി മൂപ്പിച്ചിട്ടാൽ നല്ല രുചിയായിരിക്കും. ഇതിൽ ഒരു കാര്യം കൂടി ചേർക്കാനുണ്ട്. നമുക്ക് വേണമെങ്കിൽ അത് ചേർക്കാം കേട്ടോ. കുറച്ച് നിറം വരുമ്പം കാറ്ററിംഗുകാർക്ക് അങ്ങനെയാണ് ചെയ്യാറ്. ഇതിൽ കുറച്ച് നിറം വരുന്നതിന് നമ്മൾ കടുക് വറുക്കുമ്പോൾ നമ്മുടെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അതിനകത്ത് കുറച്ച് കാശ്മീരി മുളക് പൊടി ചേർത്താൽ മതി. അപ്പോൾ നല്ല നിറം വരും കണ്ടോ. ഞാനിപ്പോൾ ഇത് ഓഫ് ചെയ്തതിന് ശേഷമാണ് ആ ചൂടാ ചട്ടിയിൽ തന്നെയാണ് എടുത്തത്. മറന്നുപോയിരുന്നു, ഞാനത് മറന്നുപോയി. നമുക്ക് അങ്ങനെ കൂടി ചെയ്താൽ നല്ല കളർഫുള്ളും ആയിരിക്കും, രുചിയും വേറെ ഇതായിരിക്കും, ശകല എരിവും കാണും. അപ്പോൾ നമ്മുടെ പൈനാപ്പിൾ എന്ന് എപ്പോഴും വരും. നമ്മുടെ ഏത്തപ്പഴ പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്.
നല്ല അടിപൊളി പുളിശ്ശേരിയാണ്. എല്ലാവരും തയ്യാറാക്കി നോക്കുക. അറിയാവുന്നവരായിരിക്കും എല്ലാവരും, പക്ഷേ അറിയാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ സ്വന്തം സുഷീസ് പോവുകയാണ്. അടുത്ത വീഡിയോയിൽ കാണാം വീണ്ടും.